കുവൈറ്റ് തീപിടുത്തത്തിന് പിന്നാലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയത്തിനകം കുവൈറ്റിലെത്തും. കുവൈറ്റിൽ നിന്ന് അല്പം മുമ്പ് ഗിരീഷ് ഒറ്റപ്പാലം അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി തന്നെ പ്രധാനമന്ത്രി കുവൈറ്റിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഡൽഹി വിമാനത്താവളത്തിൽ കുവൈറ്റിലേക്ക് തിരിക്കും മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. Situation is that the victims are mostly burn victims, and some of the bodies have been charred beyond recognition. So DNA test is underway to identify the victims, and Air Force plane is on the ready. And as soon as the bodies are identified, their kin will be informed, and our Air Force plane will bring the bodies back. The latest figures that we had last night, the casualty figures are around 48-49, out of which 42 or 43 are believed to be our countrymen Indians. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് സംസാരിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ ടെലിഫോണിൽ ചേരുന്നു. പറയൂ നിതിൻ, ഗുഡ് മോർണിംഗ്. SKN കുവൈറ്റിലേക്ക് തിരിക്കും മുൻപ് വാർത്താ ഏജൻസികളുടെയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പ്രതികരിച്ചത്. ഏതാണ്ട് 49 പേർ ഈ അപകടത്തിൽ മരിച്ചു. അതിൽ 43 പേർ ഇന്ത്യക്കാരാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ ആശങ്കപ്പെടുന്ന ഒരു വിവരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തും. അതിനുശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തി കൃത്യമായ വിവരങ്ങൾ പ്രധാനമന്ത്രി അടക്കം ധരിപ്പിക്കും. അതോടൊപ്പം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണുള്ളത്. DNA പരിശോധന അടക്കം നടത്തിയ ശേഷം മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു പക്ഷേ പ്രതീക്ഷിച്ചതിലും വൈകാൻ ഇടയുണ്ട് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും. അതോടൊപ്പം തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ എയർ ഇന്ത്യയുടെ വിമാനം ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്തരം നടപടികളെല്ലാം തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയ ശേഷം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ അടുത്ത നടപടികളിൽ കടക്കും. അതോടൊപ്പം പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ കൃത്യമായ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഇടപെടലും നടത്തണമെന്ന് ഈ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇന്നലെ മുതൽ തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സ്ഥലത്ത് നിരന്തരമായി അവിടെ ഇടപെടൽ നടത്തിക്കൊണ്ടുവരികയാണ്. കൃത്യമായ വിവരങ്ങളടക്കം വിദേശകാര്യ മന്ത്രാലയം ധരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്.